സംഖ്യാപുസ്തകം 14 24 വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവൻ്റെ സന്തതി അത് കൈവശമാക്കും. ഹല്ലേലൂയ. ജീവനുള്ള ദൈവം തൻ്റെ ഭക്തനായ കാലേബിനെ കുറിച്ച് പറയുന്നതായ ഒരു വാക്യമാണിത്. എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും. ആരാണ് കാലേബ് എന്ന് നിങ്ങൾക്ക് അധികം പേർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. മോശ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൻ്റെ അടിമത്തത്തിൽ നിന്നും വിടുവിച്ച് കനാൻ നാട് ലക്ഷ്യമാക്കി പോകുമ്പോൾ, ഏകദേശം കനാൻ ദേശത്തോട് അടുത്ത് ആ സ്ഥലത്ത് എത്തിയപ്പോൾ, കനാൻ നാട് ഒറ്റുനോക്കുവാൻ വേണ്ടി 12 ഗോത്രങ്ങളിൽ നിന്നും, ഇസ്രായേൽ ഗോത്രം 12 നിന്നും ഓരോരുത്തരെയായി തിരഞ്ഞെടുത്ത് കനാൻ നാട് ഒറ്റുനോക്കുവാനായി പറഞ്ഞയക്കുന്നുണ്ട്. ആ 12 പേരിൽ ഒരു വ്യക്തിയായിരുന്നു കാലേബ്. എന്നാൽ 12 പേർ കനാൻ നാട് ഒറ്റുനോക്കുവാൻ പോയി എങ്കിലും അവരിൽ 10 പേരും തിരികെ വന്ന് മോശയോട് വിരുദ്ധമായ അഭിപ്രായമാണ് പറഞ്ഞത്. 2 പേർ മാത്രമാണ് ഒരനുകൂലമായ സാഹചര്യത്തെക്കുറിച്ച് മോശയോട് പറഞ്ഞുള്ളൂ. അതിലൊരുവനായിരുന്നു കാലേബ്. ബാക്കി 10 പേരും സ്ഥലമെല്ലാം മനോഹരമാണ്, ഭൂപ്രദേശം മനോഹരമാണ്, നല്ല ഫലപുഷ്ടിയുള്ള പ്രദേശമാണ്. പക്ഷേ അത് നമുക്ക് കൈവശമാക്കുവാൻ അസാധ്യമാണ്. അവിടെ അനാക്യ മല്ലന്മാരുണ്ട് എന്ന് പറഞ്ഞ് ബാക്കിയുള്ള ജനത്തിൻ്റെ കൂടി ഹൃദയം മരവിപ്പിച്ച് അവരുടെ ആശ കൂടി നശിപ്പിച്ച് കളഞ്ഞപ്പോൾ കാലേബും യോശുവയും ആ ജനത്തെ അമർച്ച ചെയ്തുകൊണ്ട് അവരോട് പറഞ്ഞു, ഈ ദേശം കൈവശമാക്കുവാൻ നമുക്ക് കഴിയും. അവിടെ അനാക്യ മല്ലന്മാരുണ്ടെങ്കിലും അവിടെ പ്രതികൂലമായ മറ്റു പലതും ഉണ്ടെങ്കിലും ആ പാലും തേനും ഒഴുകുന്ന ദേശം അത് ജീവനുള്ള ദൈവം നമുക്ക് അവകാശമായി തരാമെന്ന് പറഞ്ഞ ദേശമാണ്. ആ ദേശത്തേക്ക് കാലെടുത്ത് വയ്ക്കുവാൻ നമുക്ക് കഴിയുമെന്ന് പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞ് ജനത്തെ ഉറപ്പിച്ചൊരു വ്യക്തിയായിരുന്നു കാലേബ്. അതുകൊണ്ട് തന്നെ ജനത്തിൻ്റെ മുൻപാകെ 600,000 വരുന്നതായ വലിയൊരു ജനം, ഭൂരിപക്ഷം വരുന്നതായ ജനത്തിൻ്റെ മുൻപിൽ അവർ കുറഞ്ഞ പക്ഷമായിരുന്നെങ്കിലും, കേവലം 2 പേർ മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിലും കാലേബ് അവിടെ ശക്തമായ ഒരു നിലപാടെടുക്കുന്നത് നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കുവാനും കഴിയും. ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ മുൻപിലുള്ള അനാക്യ മല്ലന്മാരെ നോക്കി കാലേബ് ഭയപ്പെട്ടില്ല. അവരെക്കാളെല്ലാം വലിയവനായ ഈ മരുഭൂമിയിൽ കൂടി തങ്ങളെ നടത്തിക്കൊണ്ടുവന്ന അഗ്നിസർപ്പങ്ങളുടെ കടിയേറ്റപ്പോൾ അവിടെ നിന്ന് പിച്ചള സർപ്പത്തെ നാട്ടി രക്ഷപ്പെടുവാൻ കൃപ തന്ന, മാറായിലെ വെള്ളത്തെ, കയ്പ് വെള്ളത്തെ മധുരജലമാക്കി തീർത്ത, അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും തങ്ങളെ വഴി നടത്തിയ ജീവനുള്ള ദൈവത്തിലേക്കാണ് കാലേബിൻ്റെ കണ്ണ് ഉയർന്നു പോയത്. ആ കാലേബ് ആ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ഈ അനാക്യ മല്ലന്മാരെയെല്ലാം കീഴടക്കി കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പ് കാലേബിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. സ്വർഗത്തിലെ ദൈവം തന്നെ കാലേബിനെ കുറിച്ച് വലിയൊരു സാക്ഷ്യം പറയുകയാണ്. എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും. അതെ, കൂടെ പോയ ബാക്കി 10 പേരുടെ സ്വഭാവമായിരുന്നില്ല കാലേബിനുണ്ടായിരുന്നത്. ഭൂരിപക്ഷം പേരുടെ സ്വഭാവം വ്യത്യസ്തമായിരുന്നപ്പോൾ കാലേബ് സ്വന്തമായ ഒരു നിലപാടെടുത്തു. അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും. അതെ, അവാഗ്ദത്തം ചെയ്ത കനാൻ ദേശം അവകാശമാക്കുമെന്നുള്ളതായ സന്തോഷത്തിൻ്റെ വചനം ജീവനുള്ള ദൈവം അരുളി ചെയ്യുകയാണ്. ആ പ്രതികൂലത്തിൻ്റെ വാക്കുകൾ പറഞ്ഞവരായ ആ പുരുഷന്മാർ മുഴുവനും മരിച്ചൊടുങ്ങും വരെ അവർക്ക് കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്. എന്നാൽ യോശുവയ്ക്കും കാലേബിനും കനാൻ നാട്ടിലേക്ക് അവകാശമായി കടന്നു വരുവാൻ കഴിഞ്ഞു. അതിൻ്റെ കാരണം കാലേബിന് മറ്റൊരു സ്വഭാവം ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നാം ദൈവവചനം കേൾക്കുന്നവരായിരിക്കാം, കർത്താവിൻ്റെ കൃപയാൽ ഒരു വീണ്ടെടുപ്പ് അനുഭവിക്കുന്നവരായിരിക്കാം, ഒരു രക്ഷയുടെ മാർഗത്തിലേക്ക് കടന്നു വന്നവരായിരിക്കാം. എന്നാൽ ഈ കാലേബിനെ പോലെ, തൻ്റെ ഭക്തനായ ദൈവഭക്തനായ കാലേബിനെ പോലെ നാം വ്യത്യസ്തമായ സ്വഭാവമുള്ളവരാണോ? കൂടുതൽ പേരും പ്രതികൂലങ്ങളായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കുമെന്നുള്ളതായ വിശ്വാസത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നവരാണോ നിങ്ങൾ? നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ, പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, ഒരിക്കലും നിരൂപിക്കാത്തതായ വലിയ അനർത്ഥങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ, വലിയ കടബാധ്യതകൾ കൂടി കടന്നു പോകേണ്ടി വരുമ്പോൾ, വലിയ അപകടത്തിൽ കൂടിയും
രോഗബാധകളിൽ കൂടിയും എല്ലാം കടന്നു പോകേണ്ടി വരുമ്പോൾ നാം വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം നടത്തുന്നവരാണോ അതോ നമ്മെ വീണ്ടെടുത്ത ദൈവത്തെ അവിശ്വസിക്കുന്നവരാണോ? ഇവിടെ ജീവനുള്ള ദൈവം കാലേബിനെ സാക്ഷിക്കുവാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. കാലേബ് വേറൊരു സ്വഭാവമുള്ളവനായിരുന്നു. തൻ്റെ കൂടെ കടന്നു പോകുന്ന 10 പേരെ പോലെയല്ല, അതല്ല, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന തന്നോട് കൂടെ സഞ്ചരിച്ചതായ ആ 6 ലക്ഷത്തോളം വരുന്ന മറ്റു പുരുഷാരത്തെ പോലെയുമല്ല. അവൻ വ്യത്യസ്തമായ ഒരു സ്വഭാവമുള്ളവനായിരുന്നു. ഭൂരിപക്ഷം പേരും പ്രതികൂലങ്ങൾ പറയുമ്പോൾ, ഭൂരിപക്ഷം പേരും നെഗറ്റീവ് പറയുമ്പോൾ, നാം നമ്മെ വിളിച്ച ജീവനുള്ള ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണോ? എന്നെ വിളിച്ച, എന്നോട് വാഗ്ദത്തം ചെയ്ത എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ്. അവൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതെ, അവൻ്റെ പേര് തന്നെ ആമേൻ എന്നാണ്. അങ്ങനെ തന്നെ സത്യം സത്യം. അതെ, കർത്താവിൻ്റെ നാമം തന്നെ സത്യം എന്നാണ്. സത്യമായ കർത്താവ്, വിശ്വസ്തനായ ദൈവം ഒരു വാക്കെന്നോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ വാഗ്ദത്തങ്ങളൊക്കെയും അവനിൽ ഉവ്വ് എന്നത്രേ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടോ? ഈ കർത്താവ് എന്നെ വിളിച്ചുവെങ്കിൽ, ഈ കർത്താവിൻ്റെ പാതയിലേക്ക് എന്നെ വിളിച്ചിറക്കിയെങ്കിൽ അവൻ എന്നെ ഒരിക്കലും വഴിയിലിട്ടിട്ട് പോവുകയില്ല. എൻ്റെ പ്രതികൂലങ്ങൾക്ക് മീതെ ചലിക്കുവാൻ എൻ്റെ കർത്താവ് എൻ്റെ കാലുകൾക്ക് ബലം തരും. അവനെന്നെ ശക്തീകരിക്കും, അവനെന്നെ ബലപ്പെടുത്തും. എൻ്റെ കർത്താവ് വിശ്വസ്തനാണ്. നമുക്കും ഈ കാലേബിനെ പോലെ ഒരു വ്യത്യസ്തതയുള്ളവരായി തീരാം, വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നവരായി തീരാം. കൂടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, മറ്റുള്ളവരുടെ സ്വഭാവമല്ല, അവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു സ്വഭാവം. ജീവനുള്ള ദൈവം നമ്മെ കാണുമ്പോൾ നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം വ്യത്യസ്തതയുള്ളവരായി നമുക്ക് ജീവിക്കാം. കർത്താവിൻ്റെ മഹിമ കണ്ട സാക്ഷികളായി തീരാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം എന്നേക്കുമായി ഏൽപ്പിച്ചു കൊടുക്കാം. ജീവനുള്ള ദൈവം നിങ്ങളെ വിളിക്കുന്നു. പരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ.